സൺറൈസ് വാലിയിൽ രാവിലെ മുതൽ തുടങ്ങിയ തിരച്ചിൽ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് സന്നദ്ധ പ്രവർത്തകർ മടങ്ങുകയാണ്. അവിടെ നിന്ന് വിജിൻ ചേരുന്നു. വിജിൻ, ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചോ? മുണ്ടക്കയിലെയും അതുപോലെ തന്നെ ചൂരൽമലയിലെയും സൺറൈസ് വാലിയിലെയും തിരച്ചിൽ ഇന്നത്തെ ഇപ്പോൾ അവസാനിപ്പിച്ചു. ഉച്ച മുതൽ ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലുമെല്ലാം. അതുകൊണ്ട് തന്നെ ചളി നിറഞ്ഞ അവസ്ഥയിലേക്ക് വീണ്ടും ഈ ഭാഗങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, വഴികളും ഒക്കെ. എന്തായാലും ഈ ഇറ്റാച്ചിയും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നതും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. സൺറൈസ് വാലിയിൽ നിന്ന് പ്രത്യേകിച്ച് ഇന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. അല്പസമയത്തിനകം അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരും. എന്തായാലും ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുകയും തിരച്ചിൽ ഒക്കെ നടത്തുകയും ചെയ്യുന്ന ആളുകളൊക്കെ തിരിച്ചു വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഭാഗത്തെ ചൂരൽമലയിലെ മണ്ണ് നീക്കം ചെയ്ത് കടകളൊക്കെ വൃത്തിയാക്കുന്ന ദൃശ്യങ്ങൾ ഒക്കെ നമുക്കിവിടെ കാണാം. ഒപ്പം ഈ കൂടുതൽ രക്ഷാപ്രവർത്തകർ തിരച്ചിലിനായി മുണ്ടക്കയിലേക്കും അതുപോലെ തന്നെ ചൂരൽമലയുടെ വിവിധ ഭാഗങ്ങളിലേക്കും ഒക്കെ പോയ ആളുകളൊക്കെ രക്ഷാപ്രവർത്തകരും ഒപ്പം തന്നെ പലവിധ സേനകളിലെ അംഗങ്ങളുമൊക്കെ തിരിച്ചു വരുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. നാളെയും തിരച്ചിൽ തുടരുക തന്നെ ചെയ്യും. ഈ ഒരു കേസ് സ്റ്റോറിൻ്റെയൊക്കെ ഭാഗമാണ്, നേരത്തെ കേസ് സ്റ്റോറൊക്കെ ഉണ്ടായിരുന്ന ഭാഗമാണ് ഇപ്പോൾ അവിടെ നിന്ന് ചളിയും മണ്ണും ഒക്കെ നീക്കം ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ശക്തമായ മഴ ഉച്ച മുതൽ പെയ്തതുകൊണ്ട് തന്നെ ഈ ഭാഗം ഒക്കെ ചളി നിറഞ്ഞിരുന്നു. എന്തായാലും നാളെ രാവിലെ വീണ്ടും തെരച്ചിൽ ആരംഭിക്കാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. 10ാം ദിവസത്തെയും തെരച്ചിൽ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് അല്പസമയം മുമ്പാണ് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ചടങ്ങുകൾ വീണ്ടും ആരംഭിച്ചത്. 6 മൃതദേഹ ഭാഗങ്ങളും ഒപ്പം തന്നെ ഒരു മൃതദേഹവുമാണ് ഇന്ന് സംസ്കരിക്കുന്നത്. എന്തായാലും ഈ മറ്റ് പ്രവർത്തനങ്ങൾ ഒക്കെ തുടരാൻ തന്നെയാണ് മന്ത്രിസഭാ ഉപസമിതി യോഗവും ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത്. ആളുകളെ കാണാതായ ആളുകളെ കണ്ടെത്താനും ഒപ്പം തന്നെ അവരുടെ ശരീരഭാഗങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്താനുമുള്ള നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നു. നാളെ നടക്കുന്ന തിരച്ചിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജനകീയ പിന്തുണയോടെയുള്ള ജനങ്ങളെ കൂടി അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വിശാലമായ തിരച്ചിലിലേക്കാണ് കടക്കുന്നത്. നാട്ടുകാരായ ആളുകൾ, പ്രദേശവാസികൾ, ഒപ്പം തന്നെ മറ്റ് ആശാ വർക്കർമാർ, അങ്ങനെയുള്ള ആളുകളെയും ആരോഗ്യ പ്രവർത്തകരെയും ഒക്കെ എല്ലാവരുടെയും ഒരു സംഘമായി വിവിധ സ്ഥലങ്ങളിൽ അവർ പറഞ്ഞു നൽകുന്ന, പ്രദേശവാസികൾ ഉൾപ്പെടെ പറഞ്ഞു നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിശദമായ ഒരു തിരച്ചിലിലേക്ക് കൂടി നാളെ കടക്കുകയാണ്. എന്തായാലും അത്തരത്തിൽ കൂടുതൽ ബോഡി ഭാഗങ്ങളോ ഒപ്പം തന്നെ മൃതശരീരങ്ങളോ കണ്ടെത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഇനി ഏകദേശം 140 മുകളിൽ ആളുകളെ ഇപ്പോഴും കണ്ടെത്താനുണ്ട്. കൃത്യമായ കണക്കുകൾ ഇന്നലെ തന്നെ ശേഖരിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് മന്ത്രിസഭാ ഉപസമിതി ഉൾപ്പെടെ യോഗം ചേർന്ന് ഇന്ന് നാളെ മുതൽ ഒരു കൂടുതൽ ശക്തമായ തിരച്ചിൽ, അത് ജനങ്ങളെ കൂടി അണിനിരത്തിയുള്ള ഒരു തിരച്ചിലേക്ക് കടക്കാം എന്ന കാര്യത്തിലേക്ക് തീരുമാനത്തിലേക്ക് എത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാളെ മുതൽ വിശാലമായ ഇത്തരത്തിൽ പ്രദേശവാസികളെയും ഒപ്പം തന്നെ പഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, ഒപ്പം ഈ ആശാ വർക്കർമാർ, ആ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് സർക്കാർ മേഖലയിലുള്ള ആളുകൾ, അവരെയൊക്കെ ചേർത്തുള്ള, ഒപ്പം തന്നെ ഈ സംഘടനകൾ, ഈ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന പല സംഘടനകളുടെയും പ്രതിനിധികളെയും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലിലേക്ക് കടക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ അതിൽ വനം വകുപ്പിൻ്റെയും മറ്റ് നിലവിലെ സേനാ വിഭാഗങ്ങളും ഒക്കെ അതിൽ പങ്കെടുക്കുകയും ചെയ്യും. അങ്ങനെ വിശദമായൊരു തെരച്ചിലിനിടെ കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസമായി തുടർച്ചയായ ദിവസങ്ങളിൽ ഈ ഹിറ്റാച്ചിയും അതുപോലെ തന്നെ വിവിധ സേനാ വിഭാഗങ്ങളും ഒക്കെ ചേർന്ന് തെരച്ചിൽ നടത്തുകയും ഈ സൺറൈസ് വാലിയിൽ ഉൾപ്പെടെ പ്രത്യേക ഹെലികോപ്റ്റർ, നേവിയുടെ ഹെലികോപ്റ്ററൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള തെരച്ചിൽ, പ്രത്യേക വനം വകുപ്പ് സംഘം കാട്ടിലെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് തെരച്ചിൽ നടത്താൻ കഴിയുന്ന അത്തരം സംഘങ്ങൾ ഒക്കെ ചേർന്നുള്ള തെരച്ചിലായിരുന്നു തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത്, കേസ് സ്റ്റോറിൻ്റെ ഭാഗത്ത് മണ്ണ് നീക്കിയപ്പോൾ അരിയും ധാന്യങ്ങളും ഒക്കെ പുറത്ത് വന്നത് കൊത്തിത്തിന്നാൻ എത്തിയ പക്ഷികൾ ഒക്കെ കാണാം. ദുരന്ത കാഴ്ചയുടെ അവശേഷിപ്പുകളാണ് ഇതൊക്കെ കാണിക്കുകയും ചെയ്യുന്നത്. എന്തായാലും തുടർച്ചയായ ദിവസങ്ങളിലെ തിരച്ചിലിലൂടെ ആദ്യഘട്ടത്തിൽ മുതൽ നടത്തിയ കൃത്യമായ ഇടപെടലിലൂടെ ഒക്കെയാണ് കൂടുതൽ ആളുകളുടെ ജീവിതം നഷ്ടപ്പെടാതെ ഈ ബാക്കി പെട്ടെന്ന് തന്നെ ബെയിലിപ്പാലം ഉൾപ്പെടെ നിർമ്മിച്ച് മുണ്ടക്കൈ ഭാഗത്തേക്ക് ഉൾപ്പെടെ എത്താൻ കഴിഞ്ഞത്. ആ മുണ്ടക്കൈയിലേക്ക് പാലം നിർമ്മിച്ച ദൃശ്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഇനി അതിൽ നിന്ന് ഒന്നും തിരികെ ലഭിക്കാനില്ല. എല്ലാം ആദ്യം മുതൽ തന്നെ ആരംഭിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കടകളിൽ പോലും ഒന്നും അവശേഷിക്കുന്നില്ല. കടകൾ പോലും ഒരു ദുരന്ത ഓർമ്മയായി ഇങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രം. വിജിനാണ് സൺറൈസ് വാലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.